നാത്തുൻ സ്പൈസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാ നിറയെ മുന്തിരികളുള്ള ഒരു മുന്തിരിത്തോട്ടത്തിന് നടുക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇറ്റലിയിലെ ടസ്കാനി റീജിയനാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല വൈനുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ റീജിയനിലാണ്. അപ്പോൾ നമുക്കിന്ന് ടസ്കാനി റീജിയനിലെ വിശേഷങ്ങൾ കാണാം. ഇതുവരെ നമ്മുടെ വ്ലോഗിലൂടെ ഇറ്റലിയുടെ പച്ചപ്പും ഹരിതാഭയാണ് കൂടുതൽ കണ്ടത്. പക്ഷേ ഇന്ന് നമ്മൾ ഇറ്റലിയുടെ വേറൊരു മുഖമാണ് കാണുന്നത്. ടസ്കാനി നിറയെ മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളുമുള്ള മധ്യ ഇറ്റലിയിലെ ഒരു നാട്. ടസ്കനിയിലെത്തുന്ന ഏതൊരു വിനോദസഞ്ചാരിയും ഉറപ്പായും സന്ദർശിക്കുന്ന ഒരിടമാണ് വൈനറികൾ. നൂറുകണക്കിന് വൈനറികൾ ഈ പ്രദേശത്തുണ്ട്. അതിൽ ഞങ്ങൾ പോയ വൈനറിയുടെ പേരാണ് അഗ്രിസോളെ. എല്ലാ വൈനറികൾക്കും സ്വന്തമായി ഏക്കറുകളോളം പരന്നു കിടക്കുന്ന മുന്തിരിത്തോട്ടങ്ങളുണ്ടാകും. നമ്മുടെ നാട്ടിലെ പോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മാതൃകയിലല്ല ഇവിടെ മുന്തിരിച്ചെടികൾ വളർത്തുന്നത്. ഓരോ മുന്തിരിച്ചെടികളും വിളവെടുപ്പിന് ശേഷം പ്രധാന തണ്ട് മാത്രം നിലനിർത്തി ബാക്കിയുള്ള ശിഖരങ്ങൾ വെട്ടിയൊതുക്കും. ഓരോ വിളവെടുപ്പിനും പുതിയ പുതിയ ശിഖരങ്ങളിൽ വളരുന്ന മുന്തിരികളാണ് എടുക്കുന്നത്. ഓരോ തണ്ടിനും വർഷങ്ങളോളം പഴക്കമുണ്ടാകും. നിറയെ ഫോസിൽ ധാതു ലവണങ്ങളാൽ നിറഞ്ഞ കളിമണ്ണാണ് ഈ പ്രദേശത്തുള്ളത്. മുന്തിരിത്തോട്ടങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണിത്. വിളഞ്ഞു പാകമായി പഴുത്ത മുന്തിരിക്കുലകൾ ശേഖരിച്ച് കുട്ടയിലാക്കി വൈനറികളിൽ എത്തിക്കുന്നു. ഏറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട പ്രോസസ്സ് തന്നെയാണ് വൈൻ മേക്കിംഗ്. മുന്തിരിയുടെ പാകവും അത് പിഴിഞ്ഞെടുക്കുന്ന രീതിയും എല്ലാം വൈനിൻ്റെ രുചിയിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് തന്നെയാണ്. നിരവധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ മുന്തിരിപ്പഴത്തിൻ്റെ ചാറ് വീഞ്ഞായി മാറിയ ശേഷം ഇതുപോലുള്ള ഓക്ക് മരത്തിൻ്റെ ബാരലുകളിലോ സ്റ്റെയിൻലെസ് ഡ്രമ്മിലോ സൂക്ഷിക്കുന്നു. വർഷങ്ങൾ കഴിയുന്തോറും വൈനിൻ്റെ വീര്യവും സ്വാദും കൂടും. ഞങ്ങൾ പോയ വൈനറിയിലെ ഓക്ക് ബാരലിലിരിക്കുന്ന വൈനുകൾക്ക് 20 വർഷത്തോളം പഴക്കമുണ്ട്. എല്ലാ വൈനറികളിലും തന്നെ ഫ്രീ വൈൻ ടേസ്റ്റിംഗ് ഉണ്ടായിരിക്കും. വൈനറികൾ സന്ദർശിക്കാൻ എത്തുന്ന സന്ദർശകർക്ക് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈനുകളെല്ലാം സൗജന്യമായി തന്നെ രുചിച്ചു നോക്കാം. ഞങ്ങൾ സന്ദർശിച്ച വൈനറിയിൽ വിവിധ നിറത്തിലും രുചിയിലുമുള്ള 10-ലധികം വൈനുകൾ ഉണ്ടായിരുന്നു. പഴക്കം ചെന്ന വൈനുകൾക്ക് വീര്യവും രുചിയും വിലയും കൂടുതലായിരിക്കും. വൈനുകളെല്ലാം അടക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത്രയേറെ വൈവിധ്യമാർന്ന വൈനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ വൈനറിയിലെത്തിയിട്ട് ഒരു വൈനെങ്കിലും ടേസ്റ്റ് ചെയ്തില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ മധുരമുള്ള വൈനുകൾ ഇവിടെ വിരളമാണ്. ചവർപ്പ് കലർന്ന ഒരുതരം പ്രത്യേക രുചി, അതാണ് ഇവിടുത്തെ വൈനുകൾക്ക്. അത് തന്നെയാണ് യഥാർത്ഥ വൈനിൻ്റെ രുചിയും. ഈ വൈനുകളിൽ ഏതു വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും രുചിച്ചു നോക്കുന്നതിന് അനുവാദമുണ്ട്. എന്നാൽ ഈ വീഞ്ഞുകുപ്പിയിലേത് വിലയ്ക്ക് വാങ്ങിയാൽ മാത്രമേ രുചിച്ചു നോക്കാൻ കഴിയുകയുള്ളൂ. ടേസ്റ്റ് ഇഷ്ടപ്പെട്ടതിൽ ഒന്ന് വാങ്ങിക്കാനും മറന്നില്ല. വൈൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മുന്തിരി ഇതുപോലെ വലിപ്പം കുറഞ്ഞ് ഇടതൂർന്നു നിൽക്കുന്ന കുരുവുള്ള മുന്തിരിയാണ്. മാംസളമായ ഭാഗം കുറവാണെങ്കിലും നല്ല മധുരമായിരിക്കും. കീടനാശിനികൾ ഒന്നും തന്നെ ഉപയോഗിക്കാത്ത മുന്തിരിത്തോട്ടങ്ങളാണ് ഈ പ്രദേശത്തുള്ളത്. ടസ്കാനിയൻ ഗ്രാമങ്ങളും വൈൻ പാതകളുമെല്ലാം തികച്ചും ശാന്തവും സുന്ദരവുമാണ്. നിറയെ ഒലിവ് തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഉള്ളതുകൊണ്ട് അന്തരീക്ഷമാകെ ഒലിവെണ്ണയുടെയും വൈനിൻ്റെയും ഗന്ധമാണ്. ഒരു തരത്തിൽ മത്ത് പിടിപ്പിക്കുന്ന ഗന്ധം.
ഗ്രാമീണതയുടെ മനോഹാരിതയും ചരിത്രപരമായ ഒട്ടേറെ പ്രാധാന്യമുള്ള ടസ്കാനിയൻ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല.